നമുക്ക് നല്ല നീറ്റായിട്ട് എങ്ങനെയാണ് നൈൽ കോൺസ് ഒക്കെ സീൽ ചെയ്യാന്ന് കണ്ടു. ഞാൻ 2 സൈസിലുള്ള സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ സീൽ ചെയ്യുക. 6 ഇഞ്ചിൻ്റെയും 1.5 ഇഞ്ചിൻ്റെയും സെല്ലോ ടേപ്പാണ് കേട്ടോ ഞാൻ എപ്പോഴും കോൺസ് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യൽ. ആദ്യം ഇതേപോലെ വലിയ സൈസിലുള്ള സെല്ലോ ടേപ്പ് അതിൻ്റെ ആ ഒരു അറ്റം ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ 2 വട്ടം മേലക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ആ ഒരു അറ്റത്തുനിന്ന് ഇതേപോലെ 2-3 ഫോൾഡ് കൊടുക്കുക. അതിനുശേഷം 2 സൈഡിൽ നിന്ന് ഇതേപോലെ മടക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. 2 സൈഡിൽ നിന്ന് മടക്കുമ്പോൾ കുറച്ചിങ്ങനെ വീതിക്ക് നിൽക്കണം. എന്നിട്ട് നമ്മളത് ഇതേപോലെ താഴേക്കാക്കി ഫോൾഡാക്കിയിട്ട് സീൽ ചെയ്യുമ്പോൾ ഒന്ന് ഇതേപോലെ നല്ല വൃത്തിക്ക് നിൽക്കും. അതല്ല നമ്മൾ ഈ ടൈപ്പിലാണ് മേലത്തെ ഭാഗം ഫോൾഡ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോണിൻ്റെക്കാട്ടിലും കുറച്ച് ഫ്രണ്ടിക്ക് ഇങ്ങനെ ബൾജായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ സീൽ ചെയ്യുമ്പോഴും ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നൈൽ കോൺസ് സീൽ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു മെത്തേഡ് യൂസ് ആക്കുക കേട്ടോ. നൈൽ കോൺ എന്നല്ല, ഹാൻഡ് കോൺ ആയാലും ഈ ഒരു മെത്തേഡ് യൂസ് ആക്കിയിട്ട് ഫോൾഡ് ആക്കുക. അങ്ങനെ മേലെയും അതിൻ്റെ 2 സൈഡും ഇങ്ങനെ സീൽ ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും ഇതേപോലെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ ടാപ്പാണ് കേട്ടോ കൊടുക്കൽ. അപ്പോൾ ആ ടാപ്പിനൊക്കെ ഒന്ന് സെക്യൂർഡ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 1.5 ഇഞ്ചിൻ്റെ ടാപ്പ് ഇങ്ങനെ ജസ്റ്റ് റോൾ ചെയ്ത് കൊടുക്കും ചെയ്യലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ നൈൽ കോൺ സീൽ ചെയ്യൽ. അപ്പോൾ സീൽ ചെയ്യുമ്പോൾ ഈ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നീറ്റിൽ കോൺസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ പേജിൽ നല്ല ഡാർക്ക് നൈൽ കോൺസും നൈൽ പേസ്റ്റും നൈൽ ലിക്വിഡും എല്ലാം അവൈലബിൾ ആണ്. വേണമെന്നുള്ളൊരു DM ചെയ്താൽ മതി കേട്ടോ.